അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഇബ്ലീസിൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട് ഈ എ പിക്കാരാകെ വട്ടുപിടിച്ച് കിടക്കാണ്. ഏതു ഭാഗത്തുനിന്ന് കൊണ്ടുപോയി കെട്ടണം എന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥ. നമ്മുടെ ഹാരിസ് മദനി എന്തൊക്കെയോ ഇബാറത്തുകൾ വായിച്ച് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വായിച്ചപ്പോൾ അത് മുഴുവനും സത്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ അടുക്കള സുഹരിയും കൂടെ കൂടി. ഇപ്പം അടുക്കള സുഹരിയും പെട്ട് കിടക്കുകയാണ്. സാധു അടുക്കള സുഹരിയുടെ കാര്യമേ. കാരണം അടുക്കള സുഹരി എനിക്കറിയാം, അയാളുടെ റേഞ്ച്. അയാൾക്ക് ഈ 5, 3, 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ റേഞ്ചില്ല. ആ ഒരവസ്ഥയാണ് സാധുവിൻ്റെത്. പോട്ടെ, ജീവിച്ചു പോട്ടെ. അദ്ദേഹം ഇങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ തമാശകളും കോമാളി വേഷങ്ങളൊക്കെ അവതരിപ്പിച്ചിങ്ങനെ. പക്ഷേ അതിനകത്തും ഒരു പ്രശ്നം, ഈ മശായിഖന്മാരുടെ വിഷയം വരുമ്പോൾ പൊന്ന് കോമാളി എന്ത് ചെയ്യരുത്, കോമാളിത്തരം മശായിഖന്മാരുടെ വിഷയത്തിൽ കാണിക്കരുത്. അത് വലിയ പ്രശ്നമാണ്. അതിനെ എതിർക്കാനാണ് മശായിഖന്മാരുടെ മതത്തിൽ ഞങ്ങളുള്ളത്. മനസ്സിലായോ? ഏതായാലും ഇപ്പോൾ ഹാരിസ് മദനിക്കും നമ്മുടെ ഈ അടുക്കള സുഹരിക്കുമൊക്കെ മറുപടിയായി അസീസ് സഖാഫി വാളക്കുളം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ അസീസ് സഖാഫിയെ? പൊന്നു മക്കളെ, അസീസ് സഖാഫിയുടെ കാര്യം പ്രത്യേക ഒരു രസമാണ്. കുരുവട്ടൂരികളെ അശേഷം ഇല്ലാതാക്കിക്കളയും എന്ന് കച്ചകെട്ടി വലിയ എഴുന്നള്ളിപ്പോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട വലിയ പടുജാഹിലാണ് ഈ അസീസ് സഖാഫി. അദ്ദേഹം വേണ്ട ഇവർക്ക് മറുപടി കൊടുക്കുന്നത്. ഏതായാലും സുഹരിക്ക് ഈ വിഷയം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദനി അയാൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്. ഏതായാലും സുഹരിയും കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. ഏതായാലും അതൊന്ന് കേട്ടു നോക്കും അസീസ് സഖാഫിയുടെ ആ ക്ലാസ്. ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹാലി എന്ന് പറഞ്ഞാൽ അത് 2 ഇനം മുഹാലുണ്ട്. ശരിക്കും പഠിച്ചോ? ഒന്ന് ലിദാത്തിഹി മുഹാലായ കാര്യമുണ്ട്. ലിദാത്തിഹി മുഹാലായ കാര്യം എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു എന്ന് സങ്കല്പിച്ചാൽ അവിടെ ലോജിക്കൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാകും. ലോസ് ഓഫ് ലോജിക്കിനെ വയലേറ്റ് ചെയ്യുന്നതായിരിക്കും അത്. എന്ന് പറഞ്ഞാൽ അഖിലിയായ മുഹാലി എന്നർത്ഥം. ഉദാഹരണം പറയാം, വട്ടത്രികോണം എന്ന് പറയുന്ന ഒരു വസ്തു, അത് യഥാർത്ഥത്തിൽ മഹാലാണ്. അതിന്റെ ലിദാത്തിഹി മഹാലാണ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി എന്ന് സങ്കല്പിച്ചാൽ അവിടെ കോൺട്രാഡിക്ഷൻ, ലോജിക്കൽ കോൺട്രാഡിക്ഷൻ വരും. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ വൈരുദ്ധ്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം, അഥവാ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 കോണുകളുള്ളതാണ്. വട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ കോണും ഇല്ലാത്തതാണ്. അപ്പൊ വട്ടത്രികോണം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുക എന്നത് ഒരിക്കലും സാധ്യമല്ല. അത് അക്കലൻ മഹാലായ കാര്യമാണ്. കാരണം അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരും. അഥവാ ഒരേ വസ്തു ഒരേ സമയം കോണുള്ളതും കോണില്ലാത്തതുമാകുന്നു എന്ന വൈരുദ്ധ്യം പറയേണ്ടി വരും. അത് ലിദാത്തിഹി മഹാലായ ഒരു കാര്യമാണ്. എന്നാൽ വൈരിഹി മഹാലായ കാര്യം ഉണ്ട്. അത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എന്റെ വുജൂദ്, ഞാൻ ഉണ്ടാവുക, എന്റെ വുജൂദ് എന്നത് അത് മുംകിനായ ഒരു വസ്തുവാണ്. എന്റെ വുജൂദ് എന്നത് ഒരിക്കലും മഹാല് അല്ല, അതൊരു മുംകിനാണ്. കാരണം അത് ഉണ്ടാവുകയും ആകാം, ഇല്ലാതിരിക്കുകയും, രണ്ടിനും സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹു തആല എന്റെ വുജൂദ് ഇറാദത്ത് ചെയ്താൽ അത് പിന്നെ വാജിബായി. അള്ളാഹ് അങ്ങനെ ഇറാദത്ത് ചെയ്താൽ അത് നടന്നിരിക്കണം. പിന്നെ അവിടെ ഇല്ലാതിരിക്കുക എന്ന അദബിന്റെ സാധ്യതയില്ല. വാജിബായതാണ്. വാജിബായതുകൊണ്ട് വാജിബായതുകൊണ്ട് അതുപോലെ ലിദാത്തിഹി മഹാലായതുണ്ട്, ലിഗൈരിഹി മഹാലായതുണ്ട്. മഹാലായതിന്റെ ഉദാഹരണമാണ് ഇബ്ലീസിന്റെ ഈമാൻ എന്നത്. ഇബ്ലീസ് മുഅ്മിനാവുക എന്നത് ലിദാത്തിഹി നോക്കിയാണെങ്കിൽ അത് മുംകിനാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോജിക്കൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാവും. ഏതായാലും വട്ടത്രികോണമല്ലല്ലോ ഇത്, ഇല്ലേ? അതുറപ്പല്ലേ? അപ്പം ഒരു മജാസിയായ ഒരു പ്രയോഗത്തിലാണ് മുഹാലി എന്ന് കണ്ട ഇദ്ദേഹം. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചങ്ങായി. ആ സുഹരിക്ക് ശരിക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തോ, ഫോൺ നമ്പറിൽ വിളിച്ച് കേട്ടാ.
പക്ഷേ വിളിക്കേണ്ട സമയം ഉച്ച സമയത്ത് 12 മണിക്ക് വിളിക്കരുത് അടുക്കളയിലായിരിക്കും, രാവിലെ വിളിക്കരുത് അടുക്കളയിലായിരിക്കും. പിന്നെ ഒരു 4 മണി കഴിഞ്ഞ് ഒരു ഏതായാലും ആളെ ഫോൺ ചെയ്ത് തന്നെ ചോദിക്കും ഏത് സമയത്താണ് ഒഴിവ് കേട്ടോ. ഏതായാലും ഇബ്ലീസിൻ്റെ മക്കളായി നിങ്ങൾ പോകാതെ യഥാർത്ഥ മശായിഖന്മാരുടെ ഖദമിലേക്ക്, അവരുടെ തരീഖത്തിലേക്ക്, അവർ ഇവിടെ വിഭാവനം ചെയ്ത അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് കടന്നു വരിക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും സുഹരിയുടെ ഗ്യാസ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ട് സുഹരി. ഏതായാലും ഇങ്ങനത്തെ ഈ ഒരു എക്സർസൈസും ചെയ്ത് നോക്കിയേ, ഗ്യാസൊക്കെ സുഹരിയുടെ കൊണ്ട് പമ്പ കിടക്കും. ഇനി ചെയ്ത് നോക്ക് ഇൻഷാ അല്ലാഹ്.